ഹലോ, വെൽക്കം ബാക്ക് ടു ഹേസൽസ് നെസ്റ്റ്. ഐ എം ജീന. ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് ഇന്നത്തെ വീഡിയോ. ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. ഒരു കിലോ ബോൺലെസ് ചിക്കനിൽ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, തൈര്, ഉപ്പ് ഇവ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കണം. ഓവർനൈറ്റ് വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആവും. ഞാനിവിടെ ഓവർനൈറ്റ് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. മസാലകളുടെ അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് ചിക്കൻ പീസസ് എല്ലാം നല്ലതുപോലെ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെക്കണം. പീസസ് എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കാം. 2 കപ്പ് സ്ലൈസ് ഓനിയൻസ് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി അതേ ഓയിലിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 5 to 10 നമ്പേഴ്സ് അതിന് യൂസ് ചെയ്യാം. അതുപോലെ ഒരു 5 to 10 നമ്പേഴ്സ് റേസിൻസും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കറി ലീവ്സും കൂടി നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഇത് നമ്മൾ ഗ്രേവിക്കും ഗാർണിഷിങ്ങിനും കൂടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ എടുത്ത് മാറ്റി വെക്കുക. ഗ്രേവിക്കുള്ള മിക്സ് റെഡിയാക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലിൽ കടുക് വറുത്തെടുക്കുക. അതിലേക്ക് 3 കപ്പ് സ്ലൈസ്ഡ് ഓനിയൻസ് ആഡ് ചെയ്തെടുക്കുക. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മുടെ കണക്കിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. ഒനിയൻസ് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 2 ഗ്രീൻ ചില്ലീസും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഈ സമയം കൊണ്ട് ഒരു ടൊമാറ്റോയും ഒരു 5 to 6 നമ്പർ കാഷ്യൂ നട്ടും കൂടി നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കുക. ഒനിയൻ നല്ലതുപോലെ വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മസാലകളെല്ലാം ആഡ് ചെയ്യുന്നു. മസാലയുടെ കണക്ക് കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു മീഡിയം സ്പൈസ് ലെവലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. മസാലകളെല്ലാം ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയുടെ പച്ചമണം മാറാൻ ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ കാഷ്യൂ നട്ട് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഗ്രേവി മിക്സ് നല്ലതുപോലെ 2 മിനിറ്റ്സ് കുക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ പീസസിലെല്ലാം ഈ മസാല നല്ലതുപോലെ കോട്ടാകുന്നത് വരെ നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ചിക്കൻ പീസസ് എല്ലാം നല്ലതുപോലെ കോട്ടായി കഴിയുമ്പം ഒരു ലിഡ് വെച്ച് ഒരു 2 മിനിറ്റ്സ് നമ്മൾ ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ദെൻ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ഒനിയൻസും റേസിൻസും ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നമ്മൾ മാറ്റി വെക്കണം. അത് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതിനെയെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി കുറച്ച് ഹോട്ട് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യും. ഹോട്ട് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം,
ഇത് സൈഡിൽ കൂടെ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ മാക്സിമം പോയ 1/2 കപ്പ് വെള്ളം മാത്രമാണ് ഇതിവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ചിക്കൻ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ലിഡ് വെച്ചടച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യുക. എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കാഷ്നട്ട്സും കറി ലീവ്സും ഒനിയൻസും റേസിൻസും എല്ലാം ഇട്ട് നല്ലതുപോലെ ഗാർണിഷ് ചെയ്തെടുക്കുക. ഈ ചിക്കൻ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.